ഹേയ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അപ്പം നമ്മൾ മക്കളെയും കൊണ്ട് മാംഗ്ലൂരിലേക്ക് വന്നതാട്ടോ. നമ്മൾ മാംഗ്ലൂരാണ് ഉള്ളത്. ശരിക്കും ഞാൻ ഇതൊന്നും വ്ളോഗ് ചെയ്യണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ നമ്മൾ കുറേയേറെ ഫുഡ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ എന്തായാലും വീഡിയോ എടുക്കാം, റെക്കോർഡ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് മാംഗ്ലൂരിൽ മോത്തി മെഹലിലാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. സ്യൂട്ട് റൂമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു 2 വീക്സ് മുന്നേ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് രാത്രി 12 മണിയായിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ എത്തിയപ്പോൾ. അപ്പോൾ നമ്മളുടെ റൂമൊന്ന് കാണണ്ടേ. നമുക്ക് ആദ്യം വരുന്നത് ഒരു ഹാളും അവിടെ സോഫ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതുപോലെ വലിയൊരു റൂമാണ് കേട്ടോ. ഇവരുടെ ഫേർണിച്ചേഴ്സൊക്കെ പണ്ടേയുള്ള ഫേർണിച്ചേഴ്സും മാത്രമല്ല ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസാണ്. പിന്നെ ചില ഹോട്ടൽ റൂംസിലൊക്കെ ഉള്ള പോലത്തെ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അതായത് നമ്മൾ 5 പേരുണ്ട്, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ബെഡ് എടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ആ ഒരു രീതിക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഇതിലുള്ളൊരു ബെഡ് കൂടാണ്ട് ഒരു എക്സ്ട്രാ ബെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സോഫ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഡ്രസ്സിങ് ഏരിയ ആയാലും വാഷ്റൂം ആയാലും ഒക്കെ ഭയങ്കര സ്പേഷ്യസ് ആണ് കേട്ടോ. ഈ മോത്തി മെഹൽ ഉള്ളത് ശരിക്കും മാംഗ്ലൂർ സിറ്റീൻ്റെ ഒരു സെൻറ്ററിൽ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കിതേ ഒരു റെഫ്രിജറേറ്റർ ഉണ്ട്. പണ്ടത്തെ റെഫ്രിജറേറ്റർ ആട്ടോ. കാലങ്ങളിലോളം പഴക്കമുണ്ട് ഇവിടുത്തെ എല്ലാ സംഭവത്തിനും. എന്നാലും വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണുള്ളത്. അപ്പം ഈ ടൗണിലേക്കുള്ള ഈസി ആക്സസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ റൂമിനും ഫേർണിച്ചേഴ്സിനും ഒക്കെ ഒരു പഴക്കം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇവരുടെ സർവീസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാട്ടോ. ഭയങ്കര നല്ല ഹോസ്പിറ്റാലിറ്റിയും സർവീസൊക്കെ ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ വാഷ്റൂം. പിന്നെ ഇവിടെ നമുക്ക് ലഗേജൊക്കെ വെക്കാനുള്ളൊരു സ്പേസും ഉണ്ട്. അങ്ങനെ പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ പറഞ്ഞില്ലേ ഏകദേശം 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് പുറത്തെ വ്യൂ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ രാവിലെ എണീറ്റപ്പോഴേ ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്താണെന്ന് നോക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ റൂമിൽ നിന്ന് ഇതുപോലൊരു ബാൽക്കണി ഉണ്ട്. അത് നമ്മൾ അധികം അങ്ങോട്ട് തുറന്നിട്ടില്ല, കാരണം ഭയങ്കര ചൂടാണ്. പക്ഷേ നല്ലൊരു ബാൽക്കണിയാണ്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ മിലാഗ്രസ് ഹാളും മിലാഗ്രസ് ചേർച്ചും പിന്നെ ഹമ്പൻ കട്ടൻ്റെ ആ ഒരു സർക്കിളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പഴക്കമുണ്ട് ഈ ഹോട്ടലിന്. അതുപോലെ തന്നെ ഇവരിപ്പം എന്തോ ഒരു പ്രശ്നത്തിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഇവിടുന്ന്. അതുകൊണ്ട് തന്നെ ഒരുപാട് റെനോവേഷൻ വർക്ക്സോ കാര്യങ്ങളോ ഒന്നും പിന്നെ ഇവർ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഹാളിൽ നിന്ന് ഈ ഒരു വലിയ സോഫ ഇങ്ങോട്ട് വലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എ സി ഒക്കെ സെൻട്രലൈസ്ഡ് ആണ്, എന്നാലും വലിയ തണുപ്പൊന്നുമില്ലായിരുന്നു. കാരണം അവരിതുപോലെ പിന്നെ സർവീസിങ് കാര്യങ്ങളും മെയിൻ്റനൻസും ഒക്കെ കുറവാണ്. കാരണം ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് ഗിവപ്പ് ചെയ്യാൻ പോവാണെന്നാണ് പിന്നെ പറഞ്ഞു കേട്ടത്. അപ്പോൾ മോത്തി മെഹലിൻ്റെ അകത്ത് തന്നെ 2-3 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. അതിൽ ഈ ഒരു മംഗള എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മോശമില്ലാത്തൊരു സ്പ്രെഡായിരുന്നു. നോട്ട് വെരി ഗ്രേറ്റ് ബട്ട് നോട്ട് വെരി ബാഡ്, സംതിങ് ഇൻ ബിറ്റ്വീൻ ആയിരുന്നു. അതായത് ചില സാധനങ്ങളൊന്നും ഒട്ടും ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ചിലതൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ഉപ്മാവൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നേരെ മറിച്ച് നമുക്ക് സോസേജൊക്കെ ഉള്ളതിന് എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് ഒന്ന് കണ്ടിട്ട് വരൂ. Sausage omelette. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു. ഞാൻ പറഞ്ഞില്ലേ വലിയ കുഴപ്പമില്ല, ഓക്കെയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോകുമ്പോഴേ എല്ലാ സാധനവും ഒന്നും സ്പെയർ ചെയ്യാണ്ട് എടുത്ത് കഴിക്കുമായിരുന്നു. പക്ഷേ ആ ഒരു ബുഫേൻ്റെ ഒരു സംഭവം എന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ളത് മാത്രമേ ഇപ്പോൾ എടുത്ത് കഴിക്കാറുള്ളൂ. ഇങ്ങനെ ബുഫേ ഒക്കെ ഉണ്ടാകുമ്പോഴേ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ കട്ട് ഫ്രൂട്ട്സ് കേട്ടോ.
കാരണം ഫ്രൂട്ട്സ് നമ്മൾ കട്ട് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ലല്ലോ, മുറിച്ചിങ്ങനെ വെച്ചത് നമ്മളെടുത്ത് കഴിച്ചാൽ മതിയല്ലോ. അതൊരു വേറെ തന്നെ സുഖമുള്ള പരിപാടിയല്ലേ. അങ്ങനെ ആദ്യം ഞാൻ ഒരു പ്ലേറ്റ് ഫുൾ കട്ട് ഫ്രൂട്ട്സ് ആണ് കേട്ടോ കഴിച്ചത്. അതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. ഇനി എന്താണ് പ്ലാൻ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മളൊരു സംഭവം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നടക്കുമോ ഇല്ലയെന്ന് നോക്കാം കേട്ടോ. മക്കളുടെ കൂടെ പോകുമ്പോഴേ ഭക്ഷണം അവൈലബിൾ ആവുന്ന സമയത്ത് അവർ നല്ലോണം കഴിക്കില്ല. എന്നിട്ട് പിന്നെ നമ്മൾ കാര്യമായിട്ടുള്ള എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് വിശക്കുക, അല്ലെങ്കിൽ നമ്മൾ വലിയ പ്ലാനിങ് ഒക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് വിശക്കുക. അപ്പോൾ നമ്മളിന്ന് കാറൊന്നും എടുക്കാണ്ട് ജസ്റ്റ് ഇങ്ങനെ നടന്നു പോകാമെന്ന് വിചാരിക്കുക കേട്ടോ. ഇതാണ് മിലാഗ്രസ് ഹാള്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മിലാഗ്രസ് ചേർച്ചും. പിന്നെ നമുക്ക് ഒരുപാട് ദൂരത്തേക്കൊന്നുമല്ല നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യണത്. നമുക്ക് സിറ്റി സെൻറ്ററിൽ ഒന്ന് പോകണം. പിന്നെ പോകുന്ന വഴിക്ക് നമുക്കിവിടെ ബനിയൻ്റെ ഡ്രസ്സ് വെയിറ്റ് അനുസരിച്ചിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊന്ന് നോക്കണം എന്നുണ്ട്, കുറച്ച് ബനിയൻ്റെ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാൻ. പിന്നെ നേരെ സിറ്റി സെൻറ്ററിലോട്ടാണ് പോണത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹമ്പൻകട്ട സർക്കിൾ. ഈ ഒരു സർക്കിൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. കാരണം എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ എത്ര പ്രാവശ്യം നമ്മൾ ഈ ഒരു സ്ഥലത്ത് കൂടെ നടന്നിട്ടും പോയിട്ടും, ഈവൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനാണെങ്കിലും, അല്ലെങ്കിൽ മോസ്റ്റ്ലി നമ്മൾ ഇവിടെ ചെരുപ്പ് വാങ്ങിക്കാനും ബാഗ് വാങ്ങിക്കാനൊക്കെയാണ്. പിന്നെ ഞാനിപ്പോൾ ഈ പോകുന്ന ഈ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു അറ്റത്തേക്ക് ഒരു പോളോ സെയിലുണ്ട്, പിന്നെ ഏപ്രിൽ വാങ്ങിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഇഷ്ടം പോലെ പ്രാവശ്യം ഈ സൈഡിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്ഥലം. നമുക്ക് ഈ ബനിയൻ്റെ ക്ലോത്ത്സൊക്കെ ഇങ്ങനെ തൂക്കി വാങ്ങിക്കാൻ പറ്റും. പക്ഷേ നല്ലോണം നോക്കിയെടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പം ഡാമേജ് ഉണ്ടാവും. അന്നൊക്കെ പെർ kg 700 750 ഒക്കെ ആയിരുന്നു തോന്നുന്നു, എനിക്ക് വലിയൊരു ഓർമ്മയില്ല. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 1 ഗ്രാമിന് 1 റുപ്പി ആ ഒരു രീതിയിലാണ് ഉള്ളത്. അപ്പോൾ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വന്ന് തിരച്ചിലായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടമായതൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇവർ പിന്നെ ഇഷ്ടമായതല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർ ഒപ്പിക്കുമല്ലോ. അജ്വക്ക് കുറച്ച് നല്ല പൈജാമാസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ബനിയൻ്റെ. അത്യാവശ്യം നല്ല പൈജാമാസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് എന്തെല്ലോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നമ്മൾ അവിടുന്ന് സ്ഥലം വിട്ടു. അങ്ങനെ വീണ്ടും ഈ പഴയ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോളോ സെയിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് പോളോ സെയിലിൽ കയറിയിട്ട് വരാമെന്ന്. ഒന്നും വാങ്ങിക്കാനല്ല കേട്ടോ, പക്ഷെ പണ്ടത്തെ പോലെ തന്നെയാണോ എപ്പോഴും എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി കയറിയതാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ എന്താണെന്നറിയില്ല, എന്തോ ഒരു സ്മെല്ലുണ്ടായിരുന്നു. അതായത് അവിടുത്തെ എന്താ അതിൻ്റെ പാക്കിങ്ങിൻ്റെ സ്മെല്ലാണോ എന്താ അറിയില്ല. അതുകൊണ്ട് മക്കളാരും അവരൊക്കെ കയറി അവർ വേഗം ഇറങ്ങിയിട്ടോ. ഞാൻ നോക്കുമ്പോൾ കുറേ ഇങ്ങനെ ബനിയൻ്റെ ഡ്രസ്സൊക്കെ അട്ടിക്കിട്ടിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോണത് സിറ്റി സെൻറ്ററിലോട്ടാണ്. അപ്പോൾ സിറ്റി സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് കറങ്ങിയതിന് ശേഷം നമ്മൾ ഐഡിയൽ ഐസ്ക്രീംസിൽ പോയിട്ട് അവിടുന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കാം. അതായത് ഐഡിയൽ കഫേ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ ഞങ്ങൾ അന്ന് കോളേജ് ഡേയ്സിലെ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകാനുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളിങ്ങനെ സൽവാർസും കാര്യങ്ങളൊക്കെ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു. അപ്പം ചില സമയത്ത് നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ മെറ്റീരിയൽസ് കിട്ടാറുമുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡ് എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ എത്തിയപ്പോഴത്തേക്കിന് അമ്ര ആകെ ടയേർഡായി, ആൾക്ക് വിശക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു, റിസ്വാൻക്കും അമ്രയും അസയും ചെറിയ 2 ആൾക്കാരും അവർ ഐഡിയൽ ഐസ്ക്രീംസിലേക്ക് പോയി. ഞാനും അജ്വയും അവിടെ ഒരു സുഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് സുഡിയോയിൽ കയറിയതാണ്. നല്ല 2 ടീഷർട്ട്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ ഐഡിയൽ കഫേയിലേക്ക് പോവാണ്. കണ്ടില്ലേ, കുട്ടികളുണ്ടാകുമ്പോൾ പ്ലാൻസ് ഒക്കെ ചേഞ്ച് ആവുമെന്ന് പറഞ്ഞില്ലേ. സിറ്റി സെൻറ്ററിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ നോക്കാനുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള ക്ഷമ അവർക്ക് ഉണ്ടായില്ല. അവരപ്പോഴത്തേക്ക് ടയേർഡായി. അങ്ങനെ നമ്മൾ നേരെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നു. സാധാരണ നമ്മൾ മക്കൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടാണല്ലോ ഈ ഐസ്ക്രീംസൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. പക്ഷേ ഇതിപ്പോൾ അവർക്കൊരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതായതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിനൊരു ലിമിറ്റ് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അസ ഓർഡർ ചെയ്തിട്ടുള്ള ഈ ഒരു ഐറ്റം മറ്റേ ചോക്കോ ലാവ കേക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി ചോക്കോ ലാവ ഉണ്ടായിരുന്നു. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചു പോവാമെന്ന് വിചാരിച്ച് വന്ന നമ്മൾ പിന്നെ അവസാനം ഈ ഒരു വരവ് ലഞ്ചാക്കിയിട്ടോ. കാരണം ഇനി ലഞ്ച് കഴിക്കാൻ നമ്മൾ ഇങ്ങോട്ട് വരലുണ്ടാവില്ല എന്ന് ഏകദേശം ഒരു തീരുമാനമായി.
അപ്പോൾ ഇതാണ് പാർഫൈറ്റ്. ഇതിൽ 2-3 സ്കൂപ്സ് ഐസ്ക്രീം, അതുപോലെ അതിൻ്റെ താഴെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സും ആണ് കേട്ടോ. സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഈ ഒരു ഫ്രൂട്ട്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒക്കെ ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തതായതുകൊണ്ട് അത്യാവശ്യം നല്ല മധുരമുണ്ട്. പക്ഷേ ഇതിലുള്ള ഐസ്ക്രീമിൻ്റെ ഫ്ലേവേഴ്സ് ഒരു രക്ഷയില്ല കേട്ടോ. ഒരു സൈഡിൽ പിസ്ത, മുകളിൽ ഇതുപോലെ വാനില, പിന്നെ ഈ സൈഡിലുള്ളത് വേറെ തന്നെ ഒരു ഓറഞ്ച് ഫ്ലേവർ, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഫ്ലേവറാട്ടോ. നമുക്ക് സാധാരണ ബട്ടർ സ്കോച്ചോ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ. ഇത് നമ്മളുടെ ടിറാമിസു. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ. മുകളിൽ ക്രീമും പിന്നെ കോഫിയിൽ സോക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു കേക്കിൻ്റെ പീസും, ചോക്ലേറ്റ് കേക്കിൻ്റെ പീസും, അതിൻ്റെ അടിയിൽ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ട്, വാനില ഉണ്ട്, ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ചോക്ലേറ്റിൻ്റെ ചങ്ക്സ് ഉണ്ട് കേട്ടോ. കോഫിയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത്. എന്തോ എനിക്ക് കഴിച്ചാൽ മടുപ്പുമില്ല, ഒന്നുമില്ല, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു സംഭവം. ടിറാമിസു ഇത്ര രസത്തിൽ ഞാൻ ഇവിടുന്ന് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. മാത്രമല്ല അധികം ഒരു മധുരത്തിൻ്റെ കുത്തലും ഇല്ല കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അങ്ങനെ രണ്ടാമതും മെനു കൊണ്ടുവന്ന് നമ്മൾ ഓർഡർ ചെയ്യലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു വ്ളോഗിൽ നിങ്ങൾക്ക് മോർ ഓഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ആണ് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ ഇവരുടെ അടുത്ത് 2 ടൈപ്പ് ഡ്രിങ്ക്സ് ഉണ്ട്. ഒന്ന് ലെമൺ സോഡ ആൻഡ് ഒന്ന് ജിഞ്ചർ സോഡ ആണ്. രണ്ടും അടിപൊളിയാണ് കേട്ടോ. മാത്രമല്ല ഇവരുടെ സോഡ തന്നെ ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര ഗ്യാസുള്ള സോഡ. അവർ കുടിച്ചാൽ വല്ലാത്തൊരു ഫീലാണ്. അപ്പം ജിഞ്ചർ ആണെങ്കിലും ലെമൺ ആണെങ്കിലും, ഒരെണ്ണം ലെമണേഡും ഒന്ന് ജിഞ്ചർ ലെമണേഡും ആണ്. രണ്ടും ഭയങ്കര രസമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പം അമ്രക്ക് വേറെ എന്തോ ഒരു പ്രശ്നം, വേറെ എന്തോ ഒരു സംഭവം ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഈ ഒരു 2-3-4 സ്കൂപ്പ് വരുന്ന ഈ ഒരു ഐസ്ക്രീമാണ് അവൾ ഓർഡർ ചെയ്തത്. പക്ഷേ ഓർഡർ ചെയ്യണ ഉഷാറൊന്നുമില്ല കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ചോക്ലേറ്റ് അല്ലെങ്കിൽ കോഫി അല്ലാത്ത സാധനങ്ങൾക്കൊക്കെ കുറച്ചും കൂടി ഒരു എക്സ്ട്രാ മധുരത്തിൻ്റെ ആ ഒരു പഞ്ച് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതല്ലാത്ത ഫ്ലേവേഴ്സൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. ആള് ഭയങ്കര ടേസ്റ്റിങ്ങും ഭയങ്കര എക്സ്പ്രഷൻ ഇടലൊക്കെയാണ് കേട്ടോ. പക്ഷെ ആളിതൊന്നും ഫിനിഷ് ചെയ്യില്ല. അവസാനം ഇതൊക്കെ നമ്മളെ തലയിൽ തന്നെ ആവും. അങ്ങനെ എല്ലാവരും വളരെ കാര്യമായിട്ട് ഓർഡർ ചെയ്യാൻ കഴിക്കുകയൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്നാൽ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതാണ് ഈ ഒരു കട്ട്ലറ്റ്. അപ്പോൾ അവരും അവരുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വെജ് കട്ട്ലറ്റ്, ഇത്രയും യമ്മി ആയിട്ടുള്ള ഒരു വെജ് കട്ട്ലറ്റ് കഴിക്കുന്നത്. അപ്പം 2 കട്ട്ലറ്റാണ് ഓർഡർ ചെയ്തതെങ്കിലും അതിൻ്റെ ഒരു പോർഷൻ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് നടത്തും ഐസ്ക്രീം തീറ്റൊക്കെ കഴിഞ്ഞപ്പോൾ അമ്ര ടയേർഡായി. അങ്ങനെ അമ്രക്ക് റൂമിൽ പോകണം എന്ന് പറഞ്ഞാൽ അമ്രയും റിസ്വാനിക്കും റൂമിലേക്ക് പോയി. പിന്നെ ഞാനും അജ്വയും അസയും നമ്മൾ കുറേ നേരം അവിടെ സിറ്റി സെൻറ്ററിൽ കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കാർ എടുത്ത് വന്നതാട്ടോ. അപ്പം പിന്നെ ഇനി റൂമിലെത്തിയാൽ വീണ്ടും വിശപ്പിൻ്റെ പ്രശ്നം പറയുമെന്ന് വിചാരിച്ചിട്ട് ഞാനും റിസ്വാനിക്കും ഒരു കോഫി ഓർഡർ ചെയ്തു. ഇവരൊരു ബർഗറും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 കുട്ടി ബർഗേഴ്സും പിന്നെ വേറൊരു വലിയ ബർഗറും. അങ്ങനെ അവർ ബർഗറും കഴിച്ചു, നമ്മളിതുപോലെ കോഫിയും കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ സിറ്റി സെൻറ്ററിൽ ഫുള്ള് നടന്ന് ഞാൻ ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇനി ഇത് കഴിച്ച് തിരിച്ചു പോവാണ്. അവർ വണ്ടിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അവർ ഓട്ടോ എടുത്തിട്ടാണ് നമ്മളടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി തിരിച്ചു പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഓട്ടോ വിളിച്ച് തിരിച്ച് നമ്മളുടെ റൂമിലേക്ക് തന്നെ പോകണം. നമ്മളിവിടുത്തെ ലുലു നെസ്റ്റോ ഒക്കെ ഉള്ള പോലെ കേട്ടോ ഇവിടുത്തെ സ്പാർ. അവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല. അങ്ങനെ ഏതായാലും നമ്മൾ സിറ്റി സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ തന്നെ അവിടെ ഇതുപോലെ ഓട്ടോസൊക്കെ ഇങ്ങനെ വരിക്ക് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 5 പേരും കൂടെ ഓട്ടോയിൽ കയറി. ശരിക്കും ഫാമിലി ആയിട്ട് വന്ന് ഇവിടെ ഒരു ഓട്ടോയിൽ യാത്ര ചെയ്യുന്നൊന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം നമ്മൾ കോളേജ് ടൈമിലൊക്കെ ഇങ്ങനെയും നമ്മൾ 3 പേരും കയറും, എന്നിട്ട് 3 പേരും കൂടെ ആ ഓട്ടോ ഫെയർ ഷെയർ ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് ഒരു 4-4:30 ഒക്കെ ആകുമ്പോഴത്തേക്കിനും പൂളിലേക്ക് പോകണം. ഇവിടെ അത്യാവശ്യം നല്ല അടിപൊളി പൂളാണ്. പുറത്തുനിന്നുള്ള ആളുകളും അതുപോലെ തന്നെ ഇവിടുത്തെ ഹോട്ടൽ റൂംസ് എടുക്കുന്ന ആളുകൾക്കും പൂൾ യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം വലിയ പൂളാണ് കേട്ടോ. നല്ല ഡെപ്തൊക്കെ ഉള്ള പൂളാണ്. അതുകൊണ്ട് തന്നെ
പൂളിലേക്ക് പോകാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി റൂമിൽ പോയി ഒന്ന് ഫ്രഷായി നമുക്ക് എല്ലാവർക്കും ചേഞ്ച് ചെയ്തിട്ട് വേണം ഇനി പൂളിലേക്ക് പോകാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ അധികം നീട്ടുന്നില്ല, ഇതിൻ്റെ ബാക്കി ഒരു വീഡിയോയും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ സിറ്റി സെൻറ്ററിൽ നിന്ന് ഇവർ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട്, ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ ഇനി അസൻ്റെയും അമ്രൻ്റെയും ഒരു ഹോൾ വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. ഇത് അമ്ര വാങ്ങിയിട്ടുണ്ട്, എന്തൊക്കെ പറഞ്ഞു. ഹായ് ഗൈസ്, നമ്മൾ സിറ്റി സെന്ററിൽ പോയിട്ട് എന്താ വാങ്ങിയത് കാണണ്ടേ? ഇത് ഫസ്റ്റ് ഡയമണ്ട് പെയിന്റിംഗ് ആണ്. ഡയമണ്ട് ഒട്ടിക്കാനാണ്. ഇത് കുറോമിയാണ്, കുറോമി നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാകും. ഇതിന്റെ വേറെ ചിത്രങ്ങളുണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ ഇതിൽ എന്തൊക്കെ വരുന്നുണ്ട് നോക്കാം. പിന്നെ ഈ ബോർഡിൽ ഈ ഷീറ്റ് പോക്കിയാൽ പശ വരും, അപ്പൊ നമുക്ക് അത് ഒട്ടിക്കാം. അല്ല ഇതെന്താ സാധനം? അത് നമ്മളെ മുത്ത് പൊട്ടിച്ചിടുമ്പോ കറക്റ്റ് റെഡി ആവാൻ വേണ്ടിട്ട്. പിന്നെ ഇതൊരു ഡബിൾ സൈഡ് ടേപ്പ്, ഇതിങ്ങനെ ഇത് നമുക്ക് പശ മുത്തൊട്ടിക്കാൻ വേണ്ടിട്ടുള്ളത്. പിന്നെ ഇത് ഗിഫ്റ്റ് ആയിട്ട് ആർക്ക്? ഉമ്മിക്കോ? എന്താ പ്രോട്ടീൻ ബാറോ? ഇംലി ബോൾസ്. പിന്നെ ഈ കവർ ഇമ്മി വാങ്ങിയതാണ്. അവിടെ എല്ലായിടത്തും ഇതുപോലെ നമ്മൾ ഒരു 10 റുപ്പി കൊടുത്തിട്ട് കവർ വാങ്ങിക്കണം, മാക്സിലും വെസ്റ്റ് സൈഡിലൊക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇതുപോലെ ഒരു കവർ വാങ്ങി അവിടുന്ന്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ജാറാണ്. ഒരെണ്ണം ഓപ്പൺ ആക്കിക്കും. ഇതൊക്കെ ഞാൻ മാർക്കറ്റ് 99 വാങ്ങിയ ഒരു പ്രൊഡക്റ്റ്. ഭംഗി തോന്നിയപ്പോ വാങ്ങി. പൊട്ടിക്കല്ലേ? ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ്. പിന്നെ അയച്ചാലൊരു ആറെണ്ണുണ്ട്. ഇത് പിന്നെ ഞാൻ ഭയങ്കര ക്യൂട്ടായിട്ട് ടീഷർട്ട്സ് വാങ്ങിയേ. ഫസ്റ്റ് വേണം തല കിട്ടണേ. ഫസ്റ്റ് വേണിത് സ്റ്റേ സോ ലൈഫ് ഈസ് എ കളക്ഷൻ ഓഫ് മൊമെന്റ്സ്. ഈ ഒരു ഗ്രീന് വാങ്ങി, ഫുൾ ടോട്ടൽ ഗ്രീൻ. പിന്നെ ഈ ഒരു പിങ്ക് വാങ്ങി. ഓൾവേസ് ഹംഗ്രി. അത് ശരിയാട്ടോ, അത് ഞാനാണ്, അതെനിക്കുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മളെ ഇതിനുള്ള ബ്ലാക്ക് ഉണ്ട്, ലൈറ്റ് ബ്ലൂ ഉണ്ട്, പിന്നെ ബ്ലാക്ക് ഉണ്ട്, പിന്നെ വൈറ്റ് ഉണ്ട്. വൈറ്റ് 2 പാക്ക് ബ്ലാക്കും പിന്നെ ഒരു വൈറ്റ്. ഇപ്പൊ ചെയ്യാൻ പോവാ. യെസ്, ഇത് പോക്കിയാ പേപ്പർ. എങ്ങനെ അത് ചെയ്യാ? ഫസ്റ്റ് ഏത് കളറാ ചെയ്യേണ്ടത് പറ. വൈറ്റ് ചെയ്യാം. വൈറ്റ് ചെയ്യാം. രണ്ട് ഷീറ്റ് എടുത്ത് മാറ്റാം. ഇത് കണ്ടോ, നമ്മൾ ആദ്യം കുറച്ച് ഇതിലേക്ക് ഇടുക. നമുക്ക് ഇതിങ്ങനെ നിൽക്കാം. ഇവിടെ ഓട്ട വന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറും. നോക്കട്ടെ, ഓട്ട. ഓക്കെ. മറ്റേത് എവിടെ ഓട്ട വന്നത്? ഇതെന്താ ഇതിൻ്റെ സാധനം? ഗമ്മോ? ഓക്കെ. എന്നിട്ട് എങ്ങനെയാ ഇത് റെഡി ആവണല്ലോ? വെയിറ്റ് വെയിറ്റ്, കാണിക്കേ. അങ്ങനെ ആക്കുമ്പോ ഇതുപോലെ ഇങ്ങനെ വരും. അപ്പൊ അതിന് ഓരോന്ന് കുത്തിയെടുക്കാം. എടുത്തോളൂ. എന്നിട്ട് ഇതില് പശ ഉണ്ട്. അപ്പൊ ആ പശ സൂക്ഷിക്കണ്ടേ, ചെറിയ പണി. ഈ വൈറ്റ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളടത്തല്ല ഇവിടെ ഓരോ നമ്പർ ആ ഒരു വട്ടത്തിന്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഞാൻ ഒന്ന് ചേട്ടെ, ഇതുപോലെ എടുത്തിട്ട് കൊണ്ട് ഇങ്ങനെ ഞാൻ ചെയ്യണ്ടേ. എല്ലാം കൂടി ഫുൾ ഇടണ്ട, സ്ഥലം ഉണ്ടാവില്ല വെച്ചിട്ട്. അതിന്റെ മുകളിൽ നാക്കല്ല വീണ പണി കിട്ടും അമ്പ്ര വേഗം. അപ്പൊ നിങ്ങള് ചെയ്യട്ടോ. Okay. So this is Farah signing off. Bye bye. Take care. Assalamu alaikum.